ഹലോ ഗായ്സ്, ഇന്ന് നമുക്കില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള കല്ലുമ്മക്കായിൻ്റെ ബൈറ്റ്സ് ഉണ്ടാക്കിയാലോ? മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കല്ലുമ്മക്കായ് അതൊന്നും ഉണ്ടാക്കിയാലോ? ഭയങ്കര ടേസ്റ്റാണ്. നമ്മളെ കല്ലുമ്മക്കായ് ഫ്രൈ ഉണ്ടല്ലോ, നിറച്ചിട്ട് പൊരിക്കുന്നത്, അതിൻ്റെ ഒരു 80% ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു കല്ലുമ്മക്കായ് ഉണ്ടക്കേട്ടാ. അപ്പോൾ പുളിയാണ്, എന്താ പറയുക, ഇത് ഓരോ ബൈറ്റ്സ് എടുക്കുമ്പോൾ കല്ലുമ്മക്കായ് പൊരിച്ചിനെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ കഴിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു റംലാനെ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാവൊക്കെ കുഴച്ച് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു വലിയ ബൗൾ എടുക്കാം. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്മളെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് അരിപ്പൊടി ഉണ്ടല്ലോ, ആ ഒരു അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അജ്മിൻ്റെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് കല്ലുമ്മക്കായാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സൈസിലുള്ള കല്ലുമ്മക്കായ എടുത്തിട്ടുണ്ട്. 1/2 കിലോ ഉണ്ട് കേട്ടോ. അപ്പോൾ 1/2 കിലോ ഇതുപോലെ എറിഞ്ഞിട്ടെടുക്കുക കേട്ടോ. നമ്മൾ പച്ചേനെ നമ്മൾ തോട് പൊളിച്ചിട്ട് ആ കല്ലുമ്മക്കായ അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടെടുക്കുക കേട്ടോ. വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി വേണ്ടത് 1/2 കപ്പ് തേങ്ങയാണ്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റ് നല്ലോണം ഉണ്ടാവും. അപ്പോൾ 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് ഈ കാണുന്ന സാധനങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ഒതുക്കിയിട്ട് വെക്കണം കേട്ടോ. അതായത് ജസ്റ്റ് ഒന്ന് ചതച്ച് വെക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്തെല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8ഓളം ചെറിയ ഉള്ളി വേണം. പിന്നെ 1 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം വേണം. പിന്നെ വേണ്ടത് ഒരു പിടി കറിവേപ്പില, ഒരു 3 പച്ചമുളക്, പിന്നെ ഈ ഒരു ചെറിയ കഷ്ണം 2 കഷ്ണം ഇഞ്ചി. ഇത് എല്ലാം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഒതുങ്ങിയിട്ട് കിട്ടും. അടിച്ചിങ്ങനെ പേസ്റ്റ് പോലെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതിയാകും. അപ്പോൾ കണ്ട ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി നമ്മളുടെ ഈ ഒരു അരിപ്പൊടിയിൽ തന്നെ നമുക്ക് ഈ ഒരു കൂട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം കല്ലുമ്മക്കായിൽ അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കരുത്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് മാവ് പോലെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ഈ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ. ഇനി അഥവാ നിങ്ങളോട് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടി കുഴച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുള്ളത് 250 ml മെഷർമെൻറ്റിലാട്ടോ. അപ്പോൾ അതിലാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കപ്പില്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ അളവിൽ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 15 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ 2ലും നല്ലോണം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒന്ന് തടുക. എന്നിട്ട് ഇതുപോലെ ഒരു ഇല വെച്ച് കൊടുക്കുക. ഇല ഉണ്ടെങ്കിൽ വെക്കുക, അല്ലെങ്കിൽ അലൂമിനിയം ഫോയിലായാലും വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആനക്ക് മൊത്തം 15 ബോൾസ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു അളവിൽ. അപ്പോൾ ഇത്ര ക്വാണ്ടിറ്റി മതിയാണെങ്കിൽ ഈ ഒരു അളവിൽ എടുത്താൽ മതിയാവും. അല്ലെങ്കിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിളായിട്ട് എല്ലാം എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ബോൾസും ഇതുപോലെ ഉരുട്ടിയെടുക്കണം. അപ്പോൾ എല്ലാ ബോൾസ് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് ഇതൊന്ന് ആവി കയറ്റി എടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആവി കയറ്റി എടുത്തിട്ടുള്ളതാണ് ഈ ഒരു ബോൾസ്. അങ്ങനെ 15 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെന്ത പാടം തന്നെ നമ്മൾ എടുക്കാൻ പാടില്ല. അതൊന്ന് മൂടി തുറന്ന് വെച്ചിട്ട് ഒന്ന് ഫാനിൻ്റെ ചോട്ടിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കട്ടെ, അല്ലെങ്കിൽ തണിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴായിരിക്കും അതൊന്ന് ഉറക്കാൻ കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊരിക്കാനുള്ള മിക്സ് തയ്യാറാക്കണം. അപ്പോൾ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം.
ഇനി വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ ഒരു 4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നല്ല കളറും ഒക്കെ ഉണ്ടാവും, അധികം എരിവും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് കാശ്മീരി ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ഒരു 3 ടീസ്പൂണോളം ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡറാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പൊരിക്കേണ്ട ബാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് വെള്ളം പോലെ ആവാൻ പാടില്ല, എന്നാൽ ഒരുപാട് കട്ടിയാവാനും പാടില്ല. അത് ഈ ഒരു പരുവത്തിൽ ഒഴിക്കണം കേട്ടോ. അത് ഈ ഒരു എന്താ പറയുക, നമ്മൾ കട്ടിയുള്ള ഒരു പൊരിക്കേണ്ട ഒരു പാകം ഉണ്ടല്ലോ, നമ്മൾ മസാലയൊക്കെ പൊതിയുമ്പോൾ കിട്ടുന്ന ആ ഒരു രീതിയിൽ ഇതുപോലെ കട്ടിയിൽ തന്നെ അത്യാവശ്യം ലൂസില്ലാണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വേണ്ടത് ഒരു പിടി മല്ലിയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് ഒരു പിടി കറിവേപ്പില, അതും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു മുളകിൻ്റെ കൂട്ടിൽ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടിലേക്ക് നമ്മുടെ ഓരോ ബോൾസും ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മസാല കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ മസാലയൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ ചൂടായിട്ടുള്ള സൺഫ്ലവർ ഓയിലോ ഇത് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഫ്രൈ പാന് ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പ് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചെടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം. അതൊന്ന് ചൂടായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിടാം. അതിനുശേഷം ഓരോ നമ്മൾ പെരക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഉണ്ടയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒരു 2-3 മിനിറ്റ് ഒരു ഭാഗം ഒന്ന് മുരിച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 2-3 മിനിറ്റ് അത് ഒന്ന് മുരിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മസാലയിൽ അതുപോലെ തന്നെ ഉണ്ടാക്കും. അധികം ഒരുപാട് ഇങ്ങനെ മുരിയാണ്ട് എന്താ പറയുക, ക്രിസ്പി ഒന്നും ആവാണ്ട് നല്ല മസാലയോടുകൂടി തന്നെ നമുക്ക് കഴിക്കാനും പറ്റും കേട്ടോ. അങ്ങനെ ഇത് 2 ഭാഗവും നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് ഒരു എന്താ പറയുക, നല്ല ക്രിസ്പി ആയിട്ട് ആ ഒരു മൊരിയലാവണമെങ്കിൽ ഒരു 5-6 മിനിറ്റ് ഇല്ലെന്നെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് മൊരിഞ്ഞ് വരും. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ കോട്ടിങ് ഇളകാണ്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെയായിരിക്കും ഈ ഒരു ബൈറ്റ്സ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ കല്ലുമ്മക്കായ ഉണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. ഇത് ഓരോ ബൈറ്റ് കഴിക്കും സൂപ്പറാണ്. കല്ലുമ്മക്കായ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു കല്ലുമ്മക്കായ ഉണ്ടയും ഇഷ്ടപ്പെടും കേട്ടോ. സൂപ്പറായിട്ടാണ്, സിമ്പിളുമാണ്. കാരണം നമ്മൾ കല്ലുമ്മക്കായ ഫ്രൈ ഉണ്ടല്ലോ, നിറച്ച് പൊരിച്ചത്, അതുണ്ടാക്കുന്നതിൻ്റെ അത്ര പണിയൊന്നുമില്ല ഈ ഒരു കല്ലുമ്മക്കായ ഉണ്ട ഉണ്ടാക്കുമ്പോൾ കേട്ടോ. പക്ഷേ അത് ഒരു വേറെ ലെവൽ ടേസ്റ്റ്, ഇതൊരു വേറെ ലെവൽ ടേസ്റ്റ്, അത്രയേ ഉള്ളൂ. എന്തായാലും സിമ്പിളാണ്, സൂപ്പറാണ്, മസ്റ്റ് ട്രൈ ആണ്. ഈ ഒരു റമദാൻ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം അനസ് വേൾഡ്. താങ്ക് യു.